ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 42 റിവ്യൂ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് എപ്പിസോഡാണ്. എന്ന് പറഞ്ഞാൽ വേറെ വളഞ്ഞ വഴികളൊന്നുമില്ല. നേരെ പോകുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജാൻമണിയുടെ എവിക്ഷനെ കുറിച്ചിട്ട് തന്നെ ആദ്യം പറയേണ്ടതുണ്ട്. ജിൻഡോ തകർന്നുപോയി. ജിൻഡോ തകർന്നു പോയതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ജിൻഡോ വിചാരിച്ചിരുന്നു ജാൻമണിയുടെ ഹൗസിലെ ആക്ടിവിറ്റികൾ ഒരു ഗെയിമാണ്. ശരിക്കും ജാൻമണിയുടേത് ഒരു ഗെയിമല്ല. ജാൻമണി വളരെ കംഫർട്ടബിളായിട്ട് അതിനെ സ്വന്തം വീട് പോലെ കരുതി മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ജിൻഡോ വിചാരിക്കുന്ന ലെവൽ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത് ജാൻമണി കൊടുക്കുന്നതും ജിൻഡോ കൊടുക്കുന്നതും ഒക്കെയാണ്. ജിൻഡോയെ പോലുള്ള ഒരു ഗെയിമർ ഒരിക്കലും ഒരു മോശം ഗെയിമിനെ അല്ലെങ്കിൽ ഗെയിമറെ പ്രതീക്ഷയോടെ ചേർത്ത് നിർത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ അതിനെ ഒരു ഗെയിമായിട്ടാണ് കൺസിഡർ ചെയ്തത്, ഗെയിമറായിട്ടാണ് ജാൻമണിയെ നോക്കിക്കണ്ടത്. അപ്പോൾ ജിൻഡോയുടെ പുസ്തകത്തിലെ ഒരു പേജ് തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയതിൻ്റെ സങ്കടമാണ് ശരിക്കും ജിൻഡോ അവിടെ കരഞ്ഞു തീർക്കുന്നത്. എല്ലാത്തിനെയും ഗെയിമായിട്ട് നോക്കിക്കാണുന്ന ജിൻഡോയുടെ അടുത്ത് നിന്ന് അങ്ങനെ നീ പോകുമെന്ന് വിചാരിച്ചിരുന്നു, എന്നാൽ ജാൻമണി പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു രീതിയിലാണ് നോക്കിക്കാണേണ്ടത്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേറെ, ഇതിനകത്ത് ഗെയിം വേറെ. ഇത് സീസൺ 6 ബിഗ് ബോസ് ആണ്, ഗെയിമാണ്. അപ്പോൾ ഗെയിമിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് തന്നെ പറയേണ്ടി വരും. ഈ വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന സമയത്ത് ലാലേട്ടൻ വരുന്ന ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു ആശ്വാസം തോന്നാറുണ്ട്. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറയണമെന്ന് വിചാരിച്ച, ലാലേട്ടൻ ചോദിക്കണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ലാലേട്ടൻ വന്ന് ചോദിക്കാറുണ്ട്. നമ്മളിൽ ചില ആളുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പല ആളുകളെയും അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആ ഒരു അവസരത്തിൽ പല ആൾക്കാരും വളരെ മോശമായിട്ട് നമ്മളെ ഷെയിം ചെയ്യാറുണ്ട്, തെറി വിളിക്കാറുണ്ട്, ഒരാവശ്യമില്ലാത്ത അപരാധം പറഞ്ഞ് ഇറക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ മുഖത്തുള്ള അടിയാണ് വീക്കെൻഡ് എപ്പിസോഡിലെ ചില ചോദ്യങ്ങളൊക്കെ. സിബിന് അദ്ദേഹം അർഹിക്കുന്ന പരിഗണന തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. സിബിനും തകർന്നു പോയി, സിബിൻ തകർന്നു പോകും, സിബിൻ അത്ര ഉള്ളൂ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു. കാരണം ജാസ്മിൻ്റെ പ്രൊവോക്കേഷനിൽ സിബിൻ വീഴുകയും സിബിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും വ്യക്തിത്വം, നമ്മളുടെ മുൻപിലേക്ക് ആദ്യം കാണിച്ച വ്യക്തിത്വം അടിയറവ് വെക്കേണ്ടി വരികയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് സിബിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ട് മനസ്സിലായതാണ്. അദ്ദേഹം ഷെയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഋഷി എന്തിനാണ് കരയുന്നത്? ഒറ്റക്കിടക്കാൻ പേടിയാണ്. എനിക്കറിയില്ല ഋഷിയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഋഷിയൊക്കെ ആരാണ് അവിടെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഒരു ഗെയിമറായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ജാൻമണിയെ പോലെ തന്നെ ഒരു വ്യക്തിത്വമായിട്ട് കൺസിഡർ ചെയ്തെങ്കിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ഋഷി ഇങ്ങനെയാണ് കേട്ടോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ അകത്തേക്ക് ഇടണ്ടേ? അതൊന്നുമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള മറ്റേ വാൽ ഗെയിമുകളും വികാര പ്രകടനങ്ങളും ഫ്രണ്ട്ഷിപ്പും, എന്നാൽ വേറെ ആൾക്കാരുടെ ഫ്രണ്ട്ഷിപ്പിനെയോ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെയോ വേറെ ആരുടെയെങ്കിലും ഒരു ഇമോഷൻസിനെയോ ഒന്നും ഇയാൾ മൈൻഡ് ചെയ്യത്തുമില്ല. പിന്നെ ഈ ഋഷിയുടെ ആ ഒരു കരച്ചിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അൻസിബയൊക്കെ ഓക്കെ, അവർ അങ്ങനെ തന്നെയാണ്, അവരുടെ ടീം, അവരുടെ റൂം. അപ്പോൾ ഋഷി, ജാൻമണി, ജിൻഡോ, അപ്പം അതിനകത്ത് ആരെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അൻസിബയ്ക്ക് വിഷമം വരും. ഇപ്പം ഹൗസിലുള്ള ആൾക്കാരൊക്കെ തന്നെ എവിക്ഷൻ വരുന്ന സമയത്ത് ഈ എന്തോരം പ്രകടനങ്ങളാണ്, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ ബിഗ് ബോസ് സീസൺ 6 എന്നൊക്കെ പറഞ്ഞിട്ട് ആരോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് കേട്ടു. എനിക്ക് അതിനകത്തൊന്നും ഒരു ജെനുവിനിറ്റിയും ഫീൽ ചെയ്തില്ല. വെറുതെ അങ്ങോട്ട് അടിച്ച് വിടുകയാണ് ആര് പോയാലും. ലാലേട്ടൻ പതിവ് പോലെ തന്നെ വളരെ കൂൾ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിൽ വന്നിട്ടാണ് എപ്പിസോഡ് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിരി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസം തോന്നി. ഇത് കൂളായിട്ടാണ് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് നന്ദനയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ആയിരുന്നു വിഷസ് ലാലേട്ടൻ കൊടുക്കുകയുണ്ടായി. ജാസ്മിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് വിഷസ് കൊടുക്കുകയുണ്ടായി. ഈ ആഴ്ചത്തെ വീക്ക് റീക്യാപ്പ് കാണിച്ച സമയത്ത് അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഗബ്രി, ജാസ്മിൻ അവരുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, സിബിൻ്റെ കുറേയധികം കാര്യങ്ങൾ, പൂജയ്ക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ടായിരുന്നു, നോറ. അതേപോലെ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ സ്പേസ് കിട്ടിയത് നോറയ്ക്കാണ്. അത് വേണ്ടതായിരുന്നു. നോറയെ വെച്ചിട്ട് പവർ ടീമിനെ വീഴ്ത്തി, ശരിക്കും പവർ ടീമിനെ എടുത്ത് അടിച്ച് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞാൻ പറഞ്ഞിരുന്നു, നോറ പറയുന്ന ഒരു കാര്യങ്ങളും ഹൗസിൽ ചർച്ചയ്ക്കെടുക്കില്ല. നോറ പറയുന്നതിനകത്ത് ചിലതിലൊക്കെ വലിയ പോയിന്റുകളുണ്ട്. ഒന്നും നോറ പറയുന്നതാണ് എന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ട എന്നുള്ളൊരു പിടിവാശിയുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യത്തെ ബിഗ് ബോസ് കൺസിഡർ ചെയ്യുകയും ഇന്ന് അതൊരു വലിയ ചോദ്യമായിട്ട് ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിവിടെ ഡിസ്കസ് ചെയ്തതാണ്. നോറയ്ക്ക് ആ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത സമയത്ത് തന്നെ നമ്മളിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നോറയ്ക്ക് സ്പേസ് കൊടുത്തു. നോറ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നോറയെ മ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്തിനാണ് ആ പേടി? ഇന്ന് എക്സാക്റ്റ് അതേ കാര്യം തന്നെയാണ് ലാലേട്ടൻ പവർ ടീമിലുള്ള ആളുകളോട് ചോദിച്ചത്. ശരണ്യ അതേപോലെ തന്നെ സിബിനൊക്കെ നിന്നടുത്ത് നിന്ന് പെട്ടു. മാക്സിമം പറയാൻ ശ്രമിച്ചു. ലാലേട്ടൻ പറയാൻ അവസരം കൊടുക്കാത്ത സിറ്റുവേഷനുണ്ട്, കൊടുത്തിട്ടും അവർ പരാജയപ്പെട്ട സിറ്റുവേഷൻസ് ഉണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള പണിഷ്മെൻ്റാണ് നോറയ്ക്ക് കൊടുത്തത്, മറ്റേ കിലുക്കത്തിലത്തെ ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ വേണ്ടി. നോറ അത് അവതരിപ്പിച്ച സമയത്ത് ഇവർ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് പേടിയാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചത്. അതേപോലെ തന്നെ പവർ റൂമിൻ്റെ
അല്ലെങ്കിൽ പവർ ടീമിൻ്റെ പവർ അറിയാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ അടുത്ത് കുട്ട കളിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. റൂം ലോക്ക് ചെയ്യുന്നു, ഇവർ സ്വന്തം റൂം തന്നെ ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് ബിഗ് ബോസ് ഒരു പണി കൊടുത്തിരുന്നു. കയ്യെ കാലെ പിടിച്ച് കെഞ്ചിയിട്ടാണ് പിന്നീട് റൂം തുറന്നു കൊടുത്തത്. അപ്പോൾ അതിനെയും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നു, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളുകളാണോ എന്നൊരു ചോദ്യം വന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പവർ ടീമിന് മനസ്സിലായി സംഭവം പാളിയിട്ടുണ്ട് എന്നുള്ളത്. പവർ ടീം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സീസൺ 6 കണ്ടസ്റ്റൻസ് ഭക്ഷണമൊക്കെ കഴിച്ച് നൈസായിട്ട് പോകാമല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇതുവരെ കണ്ട പ്രേക്ഷകർക്കറിയാം പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച പവർ ടീമിനെ എല്ലാ ആൾക്കാരും വെറുത്തത് സിബിൻ്റെ വാലായി മാത്രം എല്ലാ ആൾക്കാരും മാറിയതുകൊണ്ടാണ്. ജിൻഡോയെ കുറേയധികം ആളുകൾ വെറുത്തത് ജിൻഡോ ഒരു ക്യാപ്റ്റൻ അല്ല, വെറും പവർ ടീമിൻ്റെ ഒരു കൂലി പടയാളി പോലെ പെരുമാറിയതുകൊണ്ടാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അധികാരവർഗത്തിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുന്ന അപ്പക്കഷ്ണം പറക്കിയെടുത്തിട്ട് നാട്ടിലുള്ള ആളുകൾക്കെതിരെ പണിയെടുക്കുന്ന പോലീസുകാരെയൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ജിൻഡോ കാക്ക കഴിഞ്ഞ ആഴ്ച ചെയ്തത്. ജാൻമണി പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ചോദ്യം വരേണ്ടതായിരുന്നു. നോറ ജാൻമണിയെക്കുറിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങളും ആളുകൾ കൺസിഡർ ചെയ്യുന്നില്ല. ജാൻമണിയെക്കുറിച്ചിട്ട് ഒന്നും പറയരുത് എന്നുള്ള ഒരു അപ്രഖ്യാപിത വിലക്ക് പോലും ഇവിടെ പവർ ടീം കൊടുക്കുകയുണ്ടായി. ഇപ്പോൾ ജാൻമണിക്ക് കിട്ടുന്ന ഒരു പാമ്പറിങ്, ഇനിയിപ്പം ജാൻമണിക്ക് അങ്ങനെ ഒരു പാമ്പറിങ് കിട്ടാനായിട്ടുള്ള ഒരവസ്ഥയില്ല. ജാൻമണി നല്ല രീതിയിൽ ഹൗസിലെ ദിനങ്ങൾ ചെലവഴിച്ചു, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കി അദ്ദേഹം പോവുകയാണ്. ഈ 2 സീസണായിട്ട് ഇത്രയധികം കരഞ്ഞിറങ്ങി പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഒറിജിനലാണ്, വളരെയധികം ഒറിജിനലായിട്ട് തന്നെയാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അത് ആ ഒരു വേദിയിൽ നിന്നുള്ള ഒരു കരച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഉള്ളിൽ നിന്നിട്ടുള്ളതായിരുന്നു. ഇതിനുശേഷം നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിച്ച മെലോ ഡ്രാമ സ്കിറ്റിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. കാരണം മെലോ ഡ്രാമ സ്കിറ്റിൽ ജാൻമണിയായിട്ട് വേഷമിട്ട് വന്ന നമ്മുടെ അർജുനും അതേപോലെ തന്നെ നോറയായി വന്ന ഗബ്രിയും ഒക്കെ ആയിരുന്നു ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. എന്നാൽ അവർക്ക് പ്രൈസ് കിട്ടിയില്ല. ജാസ്മിൻ അതേപോലെ തന്നെ ശ്രീതു ഒക്കെ ഉള്ള ടീമിനാണ് പ്രൈസ് കിട്ടിയത്. ശരിക്കും അർജുൻ്റെയൊക്കെ പെർഫോമൻസ് ആയിരുന്നു നല്ലത്. അപ്പോൾ ലാലേട്ടൻ ഇന്ന് ചോദിക്കുകയുണ്ടായി, ജാസ്മിനോട് ചോദിച്ചു, നിങ്ങൾ ആ ഒരു പ്രൈസിന് ഡിസേർവിങ് ആണോ? അപ്പോൾ ജാസ്മിൻ ഉള്ള കാര്യം പറഞ്ഞു. ജാസ്മിൻ അന്നും പറഞ്ഞിരുന്നു അത്രയധികം ഡിസേർവിങ് ആണെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഇടയ്ക്കൊക്കെ തെറ്റിപ്പോയി, ഞങ്ങൾ ഒരു തരത്തിൽ ഒപ്പിച്ചാണ് ചെയ്തത്. അവിടെ സിബിൻ നടത്തിയ ചരടുവലികൾ ബിഗ് ബോസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. സിബിനോട് ചോദ്യം ചെയ്ത സമയത്ത് സിബിൻ ഭയങ്കര മിടുക്കനാണ് കേട്ടോ. സിബിൻ പറഞ്ഞു, ഞാൻ ഭയങ്കര ഫെയർ ആയിട്ടാണ് ചെയ്തത്, എൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്തത്. ഒരു അണുവിട പോലും പുള്ളിക്കാരൻ അതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറായില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളും അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫെയർ ആയിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ പ്രൈസ് കിട്ടിയ ആൾക്കാർ തന്നെ പറയുന്നു ഫെയർ ആയിട്ടല്ല ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നത് എന്നുള്ളത്. അപ്പം അത് സിബിനൊരു ക്ഷീണമായി. അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. ഋഷി ആൻഡ് സായിയുടെ ഗെയിം പെർഫോമൻസിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അപ്പം സായിക്ക് ബ്രെഡ് അത്രയധികം ഇഷ്ടമാണോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ബ്രെഡ് കടിക്കുന്ന മത്സരത്തിൽ പുള്ളി ജയിച്ചായിരുന്നല്ലോ, അദ്ദേഹത്തിനും ബ്രെഡ് ഇഷ്ടമാണോ എന്നുള്ളത്. ഡെയിലി ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ അരി, അതിനുവേണ്ടി നല്ല ശക്തമായിട്ട് പണിയെടുക്കുന്ന അരിയണനോടാണ് ബ്രെഡ് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നത്. അയാൾ ബ്രെഡ് ലവർ ഡേ. അപ്പോൾ അയാൾ നല്ല അടിപൊളിയായിട്ട് ആ ഗെയിം ജയിച്ചിരുന്നു. അപ്പോൾ ലാലേട്ടൻ അപ്രിഷ്യേറ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെച്ച കണ്ടസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഒരു 1000 പോയിൻറ്റ്സ് ലക്ഷറി പോയിൻറ്റ്സ് ഹൗസിൽ തിരിച്ചു കൊടുക്കുകയാണ്. ഇതിന് ശേഷം മറ്റേ ആക്ഷേപങ്ങളെ കുറിച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടായി. അതിലേക്ക് കടക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. അർജുനോട് ചോദിച്ചു, ഈ സീസൺ ക്വാളിറ്റി ഉള്ള സീസണാണോ? ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ഇവിടെ ഉണ്ടോ? അപ്പം അർജുൻ പറഞ്ഞു, ചില ആളുകൾ പ്രൊവോക്ഡ് ആവുന്ന സമയത്ത് ക്വാളിറ്റി ഇല്ലാത്ത ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്സരയോടും ചോദിക്കുന്നു, അപ്സരയ്ക്കും സെയിം അഭിപ്രായമാണ്. സിബിനോട് ചോദിക്കുന്നു, ഇത് ക്വാളിറ്റിയുള്ള സീസണാണോ? ക്വാളിറ്റി ഇല്ലാത്ത ആളുകളുണ്ട്, അവരെ പുറത്താക്കണമെന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു. സിബിനാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് താങ്കൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു? ക്വാളിറ്റി ഉള്ളവരുടെ പക്ഷത്താണോ അല്ലാത്ത പക്ഷത്താണോ? അപ്പോൾ തന്നെ സിബിന് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്താണ് ലാലേട്ടൻ ചോദിക്കുമെന്നുള്ളത്. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ആളുടെ പക്ഷത്തേക്ക് സിബിൻ പോയതിൻ്റെ കാരണമായിട്ട് ലാലേട്ടൻ പറയുന്നത് മറ്റേ ആംഗ്യം കാണിച്ചു എന്നുള്ളതാണ്. അപ്പം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസാന്നിധ്യം വിട്ടുപോകുന്നുണ്ട്, നിങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു. അപ്പോൾ ആ ഒരു ആംഗ്യം കാണിച്ചതുകൊണ്ട് അയാളെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയാണ്. അതൊരു പണിഷ്മെൻ്റാണ്. പിന്നെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുകയാണ്. പവർ ടീമിൽ നിന്ന് പുറത്തായതും പോരാഞ്ഞിട്ട് കട്ടിലേ പോയി നിന്നൊന്ന് വിഷമിക്കാമെന്ന് വെച്ചപ്പോഴത്തേന് ഉടനെ തന്നെ പെട്ടിയെടുത്ത് ഇറങ്ങണം എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. സിബിൻ തകർന്നുപോയി. മനസാന്നിധ്യമില്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല എന്ന് സിബിൻ ഋഷിയോട് പറഞ്ഞു. അപ്പോഴത്തേന് ഋഷിയുടെ മനസാന്നിധ്യം മൊത്തത്തിൽ തകർന്നുപോയി. ഈ ആംഗ്യം ആരെയാണ് കാണിച്ചത് എന്നുള്ളതിന് സിബിൻ ഉരുണ്ട് കളിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ജാസ്മിനെയാണ് കാണിച്ചത് എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ജാസ്മിൻ സിബിൻ ഒക്കെ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്നുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? സിബിൻ തിരിച്ച് ജാസ്മിൻ്റെയൊക്കെ ഒരു ടീമിലേക്ക് തന്നെ പോവേണ്ടി വരും. ഇതിനുശേഷം ചർച്ച ചെയ്തത് ജിൻഡോ കാലവാരി നിലത്തടിക്കുമെന്ന് ജാസ്മിനോട് പറഞ്ഞു. അപ്പോൾ അതൊരു കേസായിരുന്നല്ലോ. അപ്പം ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ്.
ആക്ച്വലി ആദ്യം പറഞ്ഞത് സിബിനായിരുന്നു. സിബിൻ ഒരു ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞതാണ്. സിബിനായിരുന്നു ആദ്യം പറഞ്ഞത്. അപ്പോൾ സിബിൻ പറഞ്ഞ ആ ഒരു കാര്യം വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുകയുണ്ടായി. എന്നാലും കേസ് മാറ്റേണ്ട എന്ന് ജാസ്മിൻ പറഞ്ഞു. കാരണം ജാസ്മിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞത് ജിൻഡോയാണ്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പറഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ പറഞ്ഞാണ്. അങ്ങനെ ഇവർക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് നോറ ഏൽപ്പിക്കുകയാണ്. അപ്പം 3 ദിവസം പാത്രം കഴുകട്ടെ എന്നുള്ളതാണ് പണിഷ്മെൻറ്റ്. ഇതിനിടയ്ക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഓരോ ടീമിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരാൾ മാക്സിമം ഇന്ന സമയം കൊണ്ട് മാക്സിമം ഡ്രസ്സുകൾ ഇടുക. കണ്ടസ്റ്റൻസിൽ എല്ലാ ആളുകളെയും ഡ്രസ്സൊക്കെ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രസ്സുകൾ ഇട്ട് 37 ഡ്രസ്സുകൾ ഇട്ടിട്ട് നെക്സ്റ്റ് ടീം വിജയിക്കുകയുണ്ടായി. ഭയങ്കര രസമായിരുന്നു ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ. ഇതിനുശേഷം എവിക്ഷൻ നടപടികളായിരുന്നു. കണ്ടസ്റ്റൻസ് വട്ടത്തിലിരിക്കുക, നോമിനേഷനുള്ള ആളുകൾ. അപ്പം നോമിനേഷനിൽ വട്ടത്തിരിക്കുന്ന ആളുകളുടെ മുകളിൽ പച്ച വെളിച്ചം തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾ സേഫാണ്, അയാൾക്കകത്തേക്ക് പോകാം. 4 പേരാണ് ഇരിക്കുന്നത്. അടുത്ത ആളെ നോമിനേഷനുള്ള ആളെ ഇങ്ങോട്ടേക്ക് വിടാം. ചുമല തെളിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ജാൻമണിയുടെ തലയിലാണ് ചുവപ്പ് തെളിഞ്ഞത്. ആദ്യം പോയത് ഋഷി, അൻസിബ, ശരണ്യ, നോറയാണ്. നോറ സേവ് ആവുന്നുണ്ട്. നോറയ്ക്ക് സേവ് ആവാനായിട്ടുള്ള യോഗ്യതയുണ്ട് ഈ ആഴ്ചകളിലൊക്കെ. നല്ല ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. അതിനുശേഷം നോറയുടെ പകരമായിട്ട് അബി അങ്ങടേക്ക് വരുന്നുണ്ട്. ശരണി ഇതിനിടയ്ക്ക് സേവ് ആവുന്നുണ്ട്. ശ്രീരേഖ സേവ് ആവുന്നുണ്ട്. ശ്രീതു സേവ് ആവുന്നുണ്ട്. ജിൻഡോ സേവ് ആവുന്നുണ്ട്. ജാൻമണി എവിക്റ്റ് ആവുന്നു. അപ്പം അൻസിബ ഇതിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. അപ്പോഴാണ് അൻസിബയുടെ ഗെയിമിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞത്. ഇതിനുശേഷം ജിൻഡോ തളർന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ജാൻമണിയെ പിരിഞ്ഞിട്ടുള്ള ഒരു ഗെയിം ഇനിയിപ്പോൾ ജിൻഡോ ഒറ്റയ്ക്ക് കളിക്കണം. ജാൻമണി വേദിയിലേക്ക് എത്തുന്നു. ലാലേട്ടൻ ജാൻമണിക്ക് യാത്ര അയപ്പ് നൽകുന്നു. അപ്പം ജാൻമണി പവർ ടീമിലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ പവർ ബാഡ്ജ് കൈമാറണം. അപ്പോൾ ജാൻമണിക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. ഇത്രയധികം ആളുകളുടെ സ്നേഹമൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ജാൻമണിക്ക് ഒരു അവസരം കൊടുക്കുകയാണ്. തൻ്റെ പവർ ബാഡ്ജ് മറ്റൊരാൾക്ക് സമ്മാനിക്കാം. അപ്പോൾ ഒരാളെ പവർ ടീമിലേക്ക് കയറ്റാമല്ലോ. അപ്പോൾ ശ്രീരേഖയ്ക്ക് ആ ഒരു പവർ ബാഡ്ജ് കിട്ടുകയാണ്. ഗുഡ് പ്ലേ സത്യമായിട്ടും. കാരണം ശ്രീരേഖ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. കാരണം പുള്ളിക്കാരിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.